BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വർഷങ്ങൾക്ക് മുൻപേ പൊക്കാളി കൃഷി ഇല്ലാതായതിനു പുറമെ ചെമ്മീൻ കെട്ട് വ്യവസായവും നഷ്ടത്തിലേക്ക് നീങ്ങിയതോടെ വൈപ്പിനിലെ പാടശേഖരങ്ങൾ കാടുകയറുന്നു. പാടങ്ങളുടെ വശങ്ങൾ വെട്ടിക്കയറ്റി ഫലപ്പെടുത്തുന്ന ജോലികൾ നടക്കാതായിട്ട് വർഷങ്ങളായി. ഇതോടെ ഈ സ്ഥലങ്ങൾ കണ്ടലും ഉപ്പുതയും അടക്കമുള്ള ചെടികൾ വളർന്ന് പന്തലിച്ച അവസ്ഥയാണ്. പാടങ്ങളിലെ വരമ്പുകളും ഇടിഞ്ഞ് തകർന്നിരിക്കുകയാണ്. പണ്ടുകാലത്ത് പൊക്കാളി കൃഷിയോടനുബന്ധിച്ചാണ് ഇത്തരം ജോലികൾ നടന്നിരുന്നത്. എന്നാൽ നഷ്ടത്തിന്റെ പേരിൽ ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിച്ചതോടെ പാടങ്ങളുടെ വശങ്ങളും വരമ്പുകളും ഉപേക്ഷിക്കപ്പെട്ട് കാട് കയറുകയായിരുന്നു. ഇതുമൂലം 2 ദശകത്തോളമായി ഇത്തരം പാടങ്ങളിൽ സജീവമായി നടക്കുന്നത് ചെമ്മീൻ കൃഷി മാത്രമാണ്. എന്നാൽ വൈറസ് രോഗബാധയടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം ഇതും ലാഭകരമല്ലാതായി. ചെമ്മീൻ കെട്ടുകളുടെ പാട്ടത്തുകയിൽ കുറവുണ്ടാവുകയും ചെയ്തു. ഇതോടെ കെട്ടുകളിലെ തോടുകൾ ആഴം കൂട്ടുന്നതടക്കമുള്ള ജോലികളും നിലച്ചമട്ടായി. പല ചെമ്മീൻ കെട്ടുകളും ഇപ്പോൾ എക്കലടിഞ്ഞുകൂടിയും ആഴം കുറഞ്ഞ അവസ്ഥയിലുമാണ്. ഇത്തരം ജോലികൾക്ക് വേണ്ടത്ര വിദഗ്ധരായ തൊഴിലാളികളെ കിട്ടാനില്ലെന്നതിന് പുറമെ യന്ത്രസഹായത്തോടെ ജോലികൾ നിർവഹിക്കുന്നതിന് തൊഴിലാളി യൂണിയനുകൾ തടസ്സം സൃഷ്ടിക്കുന്നതും ചെമ്മീൻ കെട്ടുകളിൽ പാഴ്ചെടികൾ നിറയാൻ ഇടയാക്കുന്നു. പലയിടത്തും വരമ്പുകളിൽ നിന്നുള്ള കാടും പടലും കെട്ടുകൾക്കുള്ളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കാട് മൂടിയ പാടങ്ങളുമുണ്ട്. ഉദയംപേരൂർ തെക്കൻ പറവൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വരെ എത്താൻ കഴിഞ്ഞ ദിവസം എടുത്തത് 1.25 മണിക്കൂർ. 15 മിനിറ്റിൽ എത്തേണ്ട സ്ഥലത്താണ് ഗതാഗത കുരുക്ക് കാരണം ഇത്രയും സമയം വൈകിയത്. സർവീസ് ബസ്സുകളും സ്കൂൾ ബസ്സുകളും ലോറികളും അടക്കമുള്ള വാഹനങ്ങൾ എത്തിയതോടെ SN ജംഗ്ഷൻ പൂത്തോട്ട റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. നടക്കാവ്, പുതിയക്കാവ്, ചുരക്കാട് ഭാഗത്തെല്ലാം പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്നു. മുളന്തുരുത്തി ചെങ്ങോലപ്പാടം പാലത്തിന്റെ പണികൾ നടക്കുന്നത് കാരണം ഇതിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതും കുരുക്കിനും കാരണമാകുന്നുണ്ട്. SN ജംഗ്ഷൻ തോട്ട റോഡ് 4 വരി പാതയായി വികസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നടപടി മാത്രമായില്ല. 2017 ഭരണാനുമതി ലഭിച്ചെങ്കിലും റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഈ റോഡ് വികസിപ്പിക്കാൻ 672 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത്. കിഫ്ബിയും ഇത് അംഗീകരിച്ചു. തുടർന്ന് റോഡ് വികസനത്തിനായി 2017 ഒക്ടോബറിൽ 300 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. 2020 ഫെബ്രുവരി 12 ഭൂമി ഏറ്റെടുക്കുന്നതിന് 450 കോടിയുടെ സാമ്പത്തിക അനുമതിയും ലഭ്യമായി. ഇതിനുശേഷം അലൈൻമെന്റ് തയ്യാറാക്കി കല്ല് സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ടും പദ്ധതി തുടങ്ങാൻ അധികൃതർക്കായില്ല. അപകടങ്ങളും ഗതാഗത കുരുക്കും പതിവാകുമ്പോൾ SN ജംഗ്ഷൻ പൂത്തോട്ട റോഡ് വീതി കൂട്ടാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർക്കുള്ള അമർഷം ചെറുതല്ല. എറണാകുളം ഏറ്റുമാനൂർ സംസ്ഥാന പാതയിൽ ഉൾപ്പെട്ട ഈ റോഡ് 4 വരി പാതയായി വികസിപ്പിക്കുമെന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുന്നുണ്ടെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. SN ജംഗ്ഷൻ പൂത്തോട്ട റോഡിൽ ഗതാഗത കുരുക്കിനൊപ്പം അപകടങ്ങളും പതിവാണ്. വൈദ്യുതി തൂണുകളാണ് പലപ്പോഴും വാഹനം ഇടിച്ചു തകരുന്നത്. ഇതുമൂലം വൈദ്യുതി തടസ്സവും നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരും. ഈ വർഷം തന്നെ 25ലേറെ വൈദ്യുതി തൂണുകളാണ് തകർന്നത്. ഈ മാസം ഏകദേശം 4 വൈദ്യുതി തൂണുകൾ തകരുന്നുണ്ട് എന്നാണ് KCB ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വാഹനം ഇടിച്ച് ഒരെണ്ണം തകർന്നു. ചില വാഹനങ്ങൾ അപകടശേഷം നിർത്താതെ പോകുന്നത് കാരണം KCBക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും ചില്ലറയല്ല. വൈദ്യുതി മുടക്കം പതിവാകുമ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും ഉണ്ടാകാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. അപകടകരമായ സാഹചര്യമായതിനാൽ റോഡ് എത്രയും വേഗം വികസിപ്പിക്കണമെന്നും വേഗത്തടകൾ നിർമ്മിക്കണമെന്നുമാണ് ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഖാദി ബോർഡിന്റെ സ്റ്റാളുകളിൽ വിറ്റഴിക്കുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഖാദി ബോർഡുമായി ധാരണാപത്രം ഒപ്പിട്ടതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ, സെക്രട്ടറി KA സതീഷ്, ബോർഡ് അംഗങ്ങൾ, കൃഷിക്കൊപ്പം കളമശ്ശേരി കൺവീനർ വിജയൻ പള്ളിയാക്കൽ എന്നിവർ പങ്കെടുത്തു. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതായതിന്റെ ഭാഗമായി മന്ത്രി P. രാജീവിന് ഉപഹാരം സമർപ്പിച്ചു. P. ജയരാജൻ അനുമോദിച്ചു. കളമശ്ശേരി ചക്ലോസ് പവലിയനിൽ വൈവിധ്യങ്ങളുടെ കാഴ്ചയൊരുക്കിയാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം വ്യവസായ പ്രദർശനവും ഭക്ഷ്യമേളയുമുണ്ട്. കർഷക സംഗമം, കർഷകരെ ആദരിക്കൽ, കലാവിസ്മയങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ISRO റോബോട്ടിക് സ്റ്റാളുകൾ, കാരിക്കേച്ചർ തയ്യാറാക്കൽ, ഖാദി വസ്ത്രങ്ങളുടെ നെയ്ത്ത് ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയവയും കാർഷികോത്സവ വേദിയിലുണ്ട്. ഇന്നും നാളെയും നക്ഷത്ര ഹോട്ടലുകൾ ഭക്ഷണ വിഭവങ്ങൾ വേദിയിൽ ലഭ്യമാകും. 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ 13-ാം തീയതി വടംവലി, പൂക്കളം മത്സരം എന്നിവ നടക്കും.
നഗരസഭ കുമ്പളം പഞ്ചായത്ത് അതിർത്തി തർക്കസ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ മരട് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകി. 7000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഷോപ്പിംഗ് സമുച്ചയം എറണാകുളം സ്വദേശിയുടേതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തർക്കത്തെ തുടർന്നാണ് ഈ സംരംഭകനാണ് വെട്ടിയിലായത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട മരട് നഗരസഭ അധ്യക്ഷൻ കളക്ടർക്ക് കത്ത് നൽകി. തർക്കം രമ്യമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തയച്ചത്. 2019 നഗരസഭ നൽകിയ ബിൽഡിംഗ് പെർമിറ്റ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പുതുക്കി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. എന്നാൽ തർക്കസ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് മരട് നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനു മുൻപ് നഗരസഭ ബോർഡ് സ്ഥാപിച്ചപ്പോഴും തർക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രദേശം മരട് വില്ലേജിൽ ഉൾപ്പെട്ടതാണെന്നും ആളുകൾ കെട്ടിട നികുതി അടയ്ക്കുന്നത് മരട് നഗരസഭയിലാണെന്നും നഗരസഭ വ്യക്തമാക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അതിർത്തി തർക്കം ആ പ്രദേശത്തെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭ അധ്യക്ഷൻ കളക്ടർക്കുള്ള കത്തിൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.